ഹലോ, ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. ഏട്ടനൊരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ആമസോണിൽ വന്നിട്ട് ദ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവ് ആവുന്നുണ്ട്. 6th മുതൽ 10th വരെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം 50% മിനിമം ഓഫർ ഉണ്ടാവും. അത് മാത്രമല്ലാതെ എക്സ്ട്രാ 5% ഓഫും കിട്ടും. അതുകൂടാതെ 10% ക്യാഷ് ബാക്കും കിട്ടും നമ്മുടെ പ്രൈം മെമ്പേഴ്സിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റൊക്കെ കാർട്ടിലിട്ട് വയ്ക്കുക, പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. ഏട്ടന് വേണ്ടി ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഹിമാലയയുടെ പ്രോഡക്റ്റാണ് കേട്ടോ. ഫേസ് വാഷിനായിട്ട് എടുത്തിട്ടുള്ളത് ഡാർക്ക് സ്പോട്ട് ക്ലിയർ ചെയ്യുന്ന ഫേസ് വാഷ് ആണ് കേട്ടോ. ടെർമറിക് ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം. ഏട്ടനൊന്ന് മുഖം വെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈ ഒന്നുകൂടെ നനച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. ശരിക്കും നെക്കിലും ചെയ്യണം. പിന്നെ മൊത്തത്തിൽ നനയുന്നതുകൊണ്ട് ഞാനൊന്ന് ഫേസിൽ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടന് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വന്നിട്ട് ഏട്ടനൊന്ന് കഴുകിയിട്ട് വരും. മോനൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നല്ല പരാക്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡാർക്ക് സ്പോട്ട് ക്ലിയറിങ് ആയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിക്കാം. കാരണം എന്ന് പറയുന്നത് ഹിമാലയയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ സ്കിന്നിൽ നന്നായിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ച് നോക്കിയത്. അപ്പോൾ ഏട്ടൻ ഫേസ് വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മുഖം ഒന്ന് തോർത്തി കൊടുക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ക്രബ് അപ്ലൈ ചെയ്യാം. ഇതൊരു കിറ്റ് പോലെ നമുക്ക് സ്കിൻ കെയർ കിറ്റായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ചെറിയ വിലയ്ക്ക് ഈ 3 സംഭവങ്ങൾ കൊണ്ട് സ്കിന്നിൽ ഇത്രയും ഒരു മാറ്റം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അടിപൊളി കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ച് നോക്കിയത്. കാരണം എൻ്റെ സ്കിന്നിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഏട്ടനുള്ളത് ഈ പറഞ്ഞ പോലെ ഡാർക്ക് സ്പോട്ട്സ് ആണ്, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇതുവരെ അങ്ങനത്തെ ഒരു സാഹസത്തിന് മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എനിക്ക് ഇരുന്ന് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. വാങ്ങിച്ച് വെച്ചിട്ട് കുറേ ദിവസം ആയെങ്കിലും മൂപ്പർ ഇതൊന്നും അപ്ലൈ ചെയ്യാനുള്ള സമയം മൂപ്പർക്ക് കിട്ടുന്നുമില്ല, മോനിട്ട് വിടാറുമില്ല. അപ്പോൾ ഞാൻ ലീവ് കിട്ടിയ ഒരു ദിവസം പിടിച്ചെടുത്തിട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കാരണം ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ നല്ല ഭാര്യമാരായി ഇങ്ങനെയൊക്കെ വേണം ഭർത്താവിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ സോപ്പിടുന്നുണ്ട്. ഒരു തമാശക്കാണ് കേട്ടോ. അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ നോക്കുകയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്നോട് ഫണ്ണി ആയിട്ട് നിങ്ങളോട് അത് പറഞ്ഞതേ ഉള്ളൂ. മൂപ്പര് അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ ഞാൻ നോസിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്രബ് ചെയ്യാന്ന് പറയുന്നത് വീക്ക്ലി വൺസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഫേസ് വാഷും അതുപോലെ തന്നെ നമുക്ക് സീറവും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാം ചെയ്യുന്നതിന് മുൻപേ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ പ്രത്യേകം പറയുകയാണ്, മഞ്ഞളാണ് ഇൻഗ്രീഡിയൻറ്റ്. ചിലവർക്ക് അത് പിടിച്ചില്ല എന്ന് വരാം. സോ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഫുൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഏട്ടന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും പിന്നെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൻ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താണോ കാണിക്കുന്നത് അതുപോലെ അവൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഫേസ് വാഷും അതുപോലെ സ്ക്രബും സംഭവങ്ങളൊക്കെ തട്ടിയെടുക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ വീണ്ടും ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ കാണിച്ചതുപോലെ അവൻ സ്ക്രീനിൽ കാണിക്കുകയാണ് കേട്ടോ. ഇത് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് നല്ലൊരു അരങ്ങായിരിക്കുമല്ലോ പിന്നീട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഇങ്ങനെ സ്ക്രീനിൽ നമ്മൾ ഇതുപോലെയാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അവൻ കാണിക്കുമ്പോൾ വീണ്ടും തിരിച്ചു പിടിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഇതാ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് അവസാനം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പറാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസിലൊരു നല്ലൊരു ഫീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഏട്ടൻ്റെ സ്കിന്ന് ഭയങ്കര ഓയിലി ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സിറം എന്ന് പറയുന്നത്. അപ്പോൾ സിറം കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മതിയാവും. ഇതോടൊപ്പം എൻ്റെ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിറം അപ്ലൈ ചെയ്യുമ്പോൾ ഏട്ടൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഫേസ് ഭയങ്കര ഓയിലി ആയതുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുറച്ച് സമയം വെച്ചപ്പോൾ അത് സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സിറം നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യണമല്ലോ, ഒരു ഡ്രോപ്പ് ഒന്നും പോരല്ലോ. അതുകൊണ്ട് അത്യാവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്തു കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് വരും എന്നാണ് ശരിക്കും പറയുന്നത്. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയൊന്നും ആയിട്ടില്ല. ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ചെയ്ത് നോക്കി. അതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് ഇന്നാണ് കേട്ടോ. ഇനി നന്നായിട്ടൊരു മസാജ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഫേസിലൊക്കെ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ത്രീകളുടെ ഫേസിലിടുന്ന പോലെയല്ലോ, ഏട്ടന് താടിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ചെറിയൊരു മസാജൊക്കെ കൊടുത്തു. നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്നതും സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അത് മുടിക്ക് നല്ലതാണ്. ഫേസിൽ ചെയ്യുമ്പോൾ ഫേസിൽ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ സ്കിൻ
കെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കിന്നിലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും. സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വെളുത്ത് പാറാനും നല്ല കേട്ടോ. ഇത് ഏട്ടൻ അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുട്ടിക്കുറുമ്പ വന്നിട്ട് നല്ല സീനാക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ സ്കിന്നിന് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ എടുത്തിട്ടുള്ളത് ഈ പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ്. ഇത് നല്ല ഫോമി ഫേസ് വാഷാണ് കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഇത് നല്ല ഫോം രൂപത്തിലായതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എടുക്കുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്. ഞാൻ ചില സമയത്ത് മാത്രമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോസ്റ്റ്ലി ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ